ഹായ്. ഷെയർ മാർക്കറ്റിനെ കുറിച്ച് അല്പം കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഷെയർ മാർക്കറ്റിനെ കുറിച്ചല്ല, നമ്മളെ ഷെയർ മാർക്കറ്റിൽ ഒരു ആൾക്ക് ഷെയർ വാങ്ങുകയും വിൽക്കുകയൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ ട്രേഡ് ചെയ്യുക എന്ന് പറയും. ട്രേഡിംഗ് ഉണ്ട്, ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു താല്പര്യമുള്ളൊരു വ്യക്തിക്ക് അതിനെക്കുറിച്ച് ചില ബേസിക് ആയിട്ടുള്ള ഐഡിയാസ് പറയാം. അപ്പോൾ നമ്മൾ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് ഇപ്പോഴത്തെ നമ്മുടെ ഇന്ത്യയിൽ പഴയതിലും വ്യത്യസ്തമായിട്ട് ഒത്തിരി ആൾക്കാർ ഷെയർ മാർക്കറ്റിൽ ചെറുതും വലുതുമായിട്ടുള്ള രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എൻഗേജ് ചെയ്യുന്നുണ്ട്. കാരണം പണ്ട് വളരെ പ്രയാസകരമായിരുന്നു, ആൾക്കാർക്ക് അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷനോ അല്ലെങ്കിൽ വിവരങ്ങളോ അറിവുകളോ ഒന്നും തുച്ഛമായിരുന്നു, കുറവായിരുന്നു. പക്ഷേ ഇന്ന് നമുക്കറിയാം, നമ്മൾ ഇൻ്റർനെറ്റിൻ്റെ അല്ലെങ്കിൽ ഡിജിറ്റലായിട്ടുള്ളൊരു വേൾഡിലായതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ വളരെ എളുപ്പം നമുക്ക് സാധിച്ചെടുക്കുവാനും അതുപോലെ ഇൻഫർമേഷൻ നമ്മളുടെ വിരൽത്തുമ്പിലൊക്കെ ആയതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും പഴയതിനേക്കാളും കൂടുതൽ മെച്ചപ്പെട്ട രീതിയിലോ അല്ലെങ്കിൽ അല്പം കൂടെ ഫാസ്റ്റായിട്ട് ആൾക്കാർക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് കൊണ്ടും, പിന്നെ നമ്മുടെ ഇന്ത്യയിലെ മിഡിൽ ക്ലാസിൻ്റെ എണ്ണങ്ങളൊക്കെ പഴയതിൽ മാറിയതുകൊണ്ടും നമ്മളൊരു മാർക്കറ്റ് എക്കോണമിയൊക്കെ ആയതുകൊണ്ടും അതിൻ്റെ ആയിട്ടുള്ള എല്ലാ ചേഞ്ചസും കൂടെ കണക്കിലെടുത്തു കഴിഞ്ഞാൽ ഇന്ന് പഴയതിലും ഒക്കെ വ്യത്യസ്തമായിട്ടുള്ളൊരു അവസ്ഥ നമുക്ക് ഈ ഒരു മേഖലയിലും കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു മേഖലയിൽ ഷെയർ മാർക്കറ്റിൽ ചെറുതും വലുതുമായിട്ട് എൻഗേജ് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കൂടുതലാണെന്ന് പറഞ്ഞു. അപ്പം വലിയ തോതിലുള്ള ഒരു ഇടപെടലല്ല നമ്മൾ പറയുന്നത്. നമ്മളെപ്പോലെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ഇതിനകത്തിൽ ഇടപെടാൻ സാധിക്കുമോ അല്ലെങ്കിൽ ഷെയറുകൾ വാങ്ങിക്കാനും വിൽക്കാനും സാധിക്കുമോ എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ അതിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും കഴിയും എന്നുള്ളതാണ്. ഏതൊരു വ്യക്തിക്കും എന്നുവെച്ചാൽ അല്പം ആ വ്യക്തിക്ക് പൈസ അല്പം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി അതിന് എമൗണ്ടുകളൊന്നുമില്ല. ഇപ്പം നിങ്ങൾക്ക് ഒരു മാസം 1000 രൂപയാണ് അല്ലെങ്കിൽ 500 രൂപയാണ് നിങ്ങൾക്ക് നീക്കി വെക്കാൻ സാധിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും, അല്ല ഇവിടെ 100 രൂപയാണ് നിങ്ങൾക്ക് ഒരു മാസം അല്ലെങ്കിൽ ഒരാഴ്ച നിങ്ങൾക്ക് നീക്കി വയ്ക്കുവാൻ ഇതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ 100 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് ഏതെങ്കിലും കമ്പനികളിലേക്ക് ആ പൈസയിൽ ഒതുങ്ങുന്ന ഷെയറുകൾ വാങ്ങിച്ച് നമുക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി വെക്കാം. നമുക്ക് അപ്പം അങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത് എളുപ്പമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ചില പ്രക്രിയകളൊക്കെ പ്രോസസ്സുകളുണ്ട്. ഒന്നാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ, ഇന്ത്യയിലെ ഷെയർ മാർക്കറ്റിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുണ്ടെന്ന് അറിയാം. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കൂടിയാണ് ഷെയറുകൾ വാങ്ങിക്കുകയും വിൽക്കുകയും ചെയ്യുന്നതൊക്കെ. അപ്പം ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കൂടെ നമുക്ക് നേരിട്ട് പോയിട്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെ നമുക്ക് വാങ്ങിക്കാൻ വിൽക്കാൻ സാധിക്കത്തില്ല. ഇന്ത്യയിലെ നമ്മളുടെ മാർക്കറ്റ് റെഗുലേറ്റർ ആയിട്ടുള്ള സെബി എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ, സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, ആ സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ ഇന്ത്യയിലെ ഫിനാൻഷ്യൽ സ്റ്റോക്ക് മാർക്കറ്റുകളെല്ലാം സൂപ്പർവൈസ് ചെയ്യുന്നതും റെഗുലേറ്റ് ചെയ്യുന്നതും സെബിയാണ്. അപ്പോൾ സെബിയുടെ നിയന്ത്രണത്തിൽ അല്ലെങ്കിൽ സെബിയുടെ കൺട്രോളിലുള്ള, സെബിയുടെ സൂപ്പർവിഷനിൽ, സെബിയുടെ രജിസ്ട്രേഷൻ ലൈസൻസോട് കൂടിയ സ്റ്റോക്ക് ബ്രോക്കേഴ്സ് ഉണ്ട്. ആ സ്റ്റോക്ക് ബ്രോക്കേഴ്സിൽ കൂടെ മാത്രമേ നമുക്ക് ഷെയറുകൾ വാങ്ങിക്കാനും വിൽക്കാനും സാധിക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഷെയർ വാങ്ങിക്കാനും വിൽക്കാനും ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്റ്റോക്ക് ബ്രോക്കർ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ കാണുന്ന കല്യാണ ബ്രോക്കറോ അല്ലെങ്കിൽ തടി ബ്രോക്കറോ അല്ലെങ്കിൽ മണ്ണ് റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറോ അല്ല. കാരണം ഇതെന്ന് പറഞ്ഞാൽ സെബിയുടെ രജിസ്ട്രേഷനും ലൈസൻസും ഒക്കെ ഉള്ളതാണ്. തീർച്ചയായിട്ടും നിയമപരമായിട്ട് തന്നെ നടക്കുന്നതാണ്. അതിനകത്ത് തട്ടിയോ വെട്ടിയോ ഒന്നും നടത്താൻ സാധിക്കത്തില്ല. കാരണം വളരെയധികം സ്ട്രിക്റ്റ് ആയിട്ടുള്ള ലെജിസ്ലേഷൻസ്, നിയമങ്ങളും റൂൾസും റെഗുലേഷൻസും ഒക്കെ ഉള്ളതാണ്. അങ്ങനെ ആർക്കും സ്റ്റോക്ക് ബ്രോക്കർ ആകാൻ സാധിക്കത്തില്ല, കല്യാണ ബ്രോക്കർ നോക്കുന്നത് പോലെ. കാരണം അതിനകത്ത് ഒത്തിരി മാനദണ്ഡങ്ങളുണ്ട്. അത് വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂട്ട്സിന് മാത്രമേ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെയുള്ള സ്റ്റോക്ക് ബ്രോക്കേഴ്സിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് നമ്മളുടെ ട്രേഡിംഗ് അക്കൗണ്ട് അല്ലെങ്കിൽ ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറയും. ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DEMAT എന്നാണ്. അപ്പം ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഡിമാറ്റ് അക്കൗണ്ട് അല്ലെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറയും. അപ്പോൾ ഈ ട്രേഡിംഗ് അക്കൗണ്ട്, ഡിമാറ്റ് അക്കൗണ്ട് നമ്മൾ ഓപ്പൺ ചെയ്യുക, അത് ഈ സ്റ്റോക്ക് ബ്രോക്കേഴ്സിൽ കൂടെ ആയിരിക്കും നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പം അവർക്ക് ഒത്തിരി പലതരത്തിലുള്ള സർവീസുകൾ നമ്മളെപ്പോലുള്ള ക്ലയൻസ് നൽകുന്നുണ്ട്. അതിനെക്കുറിച്ച് തൽക്കാലം ബേജാറാവണ്ട. അപ്പോൾ ബെസ്റ്റ് ഡിമാറ്റ് അക്കൗണ്ട് അല്ലെങ്കിൽ
ബെസ്റ്റ് ട്രേഡിംഗ് അക്കൗണ്ട് ഈ പറഞ്ഞ സ്റ്റോക്ക് ബ്രോക്കേഴ്സിൽ നമുക്ക് ഓപ്പൺ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഷെയർ ട്രേഡ് ചെയ്യാനോ നമുക്ക് സാധിക്കും. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പോൾ ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഡീമെറ്റീരിയലൈസ്ഡ് എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ പണ്ട് നമ്മുടെ ഇന്ത്യൻ വിപണി നേരത്തെ എന്നുവെച്ചാൽ നമ്മൾ ഒരു ലിബറലൈസ് ചെയ്യുന്നതിനൊക്കെ മുമ്പ്, അല്ലെങ്കിൽ ഈ നെറ്റ്വർക്കിങ്ങും ഇൻ്റർനെറ്റും ഡിജിറ്റൽ ടെക്നോളജിയൊക്കെ വരുന്ന കാലത്തിന് മുമ്പ് നേരത്തെ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കമ്പനിയുടെ ഷെയർ വാങ്ങിക്കുകയാണെങ്കിൽ ആ ഷെയർ നമ്മൾ വാങ്ങിച്ച് നമുക്ക് ഷെയർ സർട്ടിഫിക്കറ്റ് കിട്ടുമായിരുന്നു. അപ്പോൾ അതിനൊക്കെ ഒത്തിരി സമയം എടുക്കുമായിരുന്നു. ഉദാഹരണത്തിന് നമ്മൾ അന്നത്തെ കാലത്ത് ഇന്നൊരു ദിവസം നമ്മൾ ഏതെങ്കിലും കമ്പനിയുടെ ഷെയർ വാങ്ങിക്കുകയാണെങ്കിൽ അന്ന് എഴുത്തുകുത്തുകളും അല്ലെങ്കിൽ അതുപോലുള്ള പിന്നെ എന്താണ് പറയുന്നത് സാഹചര്യങ്ങളിൽ കൂടെ മാത്രമേ നമുക്ക് സാഹചര്യം. അപ്പോൾ ഒരു കമ്പനിയുടെ ഷെയറിന് വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് തപാൽ വഴി നമ്മൾ അതിൻ്റെ ആപ്ലിക്കേഷൻ അയക്കുകയും അത് കമ്പനിയിൽ ചെല്ലുകയും ആ കമ്പനി ആ ഷെയർ നമുക്ക് അലോട്ട് ചെയ്യുകയും ആ കമ്പനി അതിൻ്റെ ഷെയർ സർട്ടിഫിക്കറ്റ് നമുക്ക് അയച്ചു തരികയും ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അത് പേപ്പർ ബേസ്ഡ് ആണ് ശരിക്കും പറഞ്ഞാൽ. ഇന്ന് അങ്ങനെയുള്ള സംവിധാനമല്ല. ഇന്നെല്ലാം ഡിജിറ്റലാണ്, ഇൻ്റർനെറ്റാണ്, പേപ്പർ ഇല്ല അല്ലെങ്കിൽ മെറ്റീരിയൽ ഇല്ല. അതിനാണ് ഡീമെറ്റീരിയലൈസ്ഡ് അല്ലെങ്കിൽ ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. എല്ലാം കുറേ ക്ലിക്കിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മൊബൈലിൽ കൂടെ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ കൂടെ നമുക്ക് അല്ലെങ്കിൽ അവരുടെ ആപ്സിൽ കൂടെ നമുക്ക് സാധിച്ചെടുക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിന് ചില പാരാമീറ്റേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ചില ക്രൈറ്റീരിയ പറയുന്ന KYC നമ്മൾ അപ്ലോഡ് ചെയ്യുക, നമ്മളുടെ പാൻ കാർഡ് അപ്ലോഡ് ചെയ്യുക, അല്ലെങ്കിൽ ആധാർ അപ്ലോഡ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ പാസ്ബുക്കിൻ്റെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് നമ്മൾ അപ്ലോഡ് ചെയ്യുക. ഇങ്ങനെയുള്ള ചില ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞ് പിന്നെ അവർക്ക് ചിലപ്പോൾ പല ബ്രോക്കേഴ്സിനും ചിലർക്ക് ഫീസ് കാണത്തില്ല, ഓപ്പണിംഗ് ഫീസ് കാണത്തില്ല, ചിലർക്ക് വളരെ തുച്ഛമായിട്ടുള്ള ഓപ്പണിംഗ് ഫീസ് കാണും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വ്യത്യാസങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം മോറുള്ള സെയിം ആണ്. അപ്പോൾ അങ്ങനെയുള്ള ഏതെങ്കിലും സ്റ്റോക്ക് ബ്രോക്കറിൽ കൂടെ നമുക്ക് ഒരു ഡിമാറ്റ് അക്കൗണ്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഷെയറിൻ്റെ ട്രേഡിംഗ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോസസ്സ് നമുക്ക് ആരംഭിക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത് പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് നമുക്ക് ഇന്ത്യയിൽ ഇപ്പോൾ ലഭ്യമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചില ഈ സ്റ്റോക്ക് ബ്രോക്കേഴ്സ് ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനകത്തിൽ നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ ICICI ഡയറക്റ്റ് ഉണ്ട്. ICICIയുടെ ആണ്. സാംകോ സെക്യൂരിറ്റീസ്, ഇത് ഞാൻ കേട്ടില്ല. അലീസ് ബ്ലൂ ഉണ്ട്, ബ്ലിങ്ക്സ് ഉണ്ട്, ശൂന്യ ഉണ്ട്, HDFC ഉണ്ട്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ICICI, HDFC ഒക്കെയാണ്. പിന്നെ സിറോദ, ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു പ്ലാറ്റ്ഫോമാണ് സിറോദ എന്ന് പറയുന്നത്. ഇത് ഞാൻ ഉപയോഗിക്കുന്നത് സിറോദയാണ്. ഏഞ്ചൽ ബ്രോക്കിംഗ് പോപ്പുലറാണ്. 5 പൈസ പോപ്പുലർ ആയതുണ്ട്. അപ്സ്റ്റോക്സ് പോപ്പുലർ ആയതുണ്ട്. ഷെയർ കാൻ പണ്ട് മുതലേ ഉള്ളതെന്ന് തോന്നുന്നു. പിന്നെ മോട്ടിലാൽ ഓസ്വാൾ ഉണ്ട്, കൊട്ടാക് സെക്യൂരിറ്റീസ് ഉണ്ട്, അതൊക്കെ വളരെ പോപ്പുലറാണ്. ഇന്ത്യ ഇൻഫോലൈൻ ഉണ്ട്. SBIയുടെ ക്യാപ് സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞ സ്റ്റോക്ക് ബ്രോക്കർ ഉണ്ട്, അത് SBI ഗ്രൂപ്പിൻ്റെയാണ്. ചോയ്സ് ഉണ്ട്, ട്രേഡ് സ്മാർട്ട് ഉണ്ട്. പിന്നെ പുതിയതായിട്ട് വരുന്ന പേടിഎം മണിയും ഗ്രോ ആണ്, GROW. ഇതും എല്ലാം ഗ്രോ ചെയ്ത് വരുന്ന സ്റ്റോക്ക് ബ്രോക്കേഴ്സ് ആണുള്ളത്. അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട ചില സ്റ്റോക്ക് ബ്രോക്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതല്ലാതെ വേറെ ഉണ്ട്, നമുക്ക് നോക്കാം വേറെ ഏതൊക്കെയാണുള്ളത് നോക്കാം. സ്റ്റോക്ക് ബ്രോക്കേഴ്സ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട HDFC, ICICI, സിറോദ, ഗ്രോ, ഏഞ്ചൽ, അപ്സ്റ്റോക്സ്, കൊട്ടാക് ഒക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞത്. SBIയുടെ ഇതൊന്നും നമുക്ക് അവിശ്വസിക്കേണ്ട ആവശ്യമില്ല. ഇതെല്ലാം ഗവൺമെൻറ്റിൻ്റെ സെബി എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ നിയന്ത്രണത്തിലുള്ളതാണ്, അവരുടെ സൂപ്പർവിഷനിലുള്ളതാണ്. അപ്പോൾ അവരാണ് ഇതിനെല്ലാം, അതായത് ഫൈനാൻഷ്യൽ മാർക്കറ്റുമായിട്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളുടെയും റെഗുലേറ്റർ അവരാണ്. അപ്പം തട്ടിരോ വെട്ടിരോ ഇതിനകത്തിലൊന്നും ഇല്ല എന്നുള്ള കാര്യം നമുക്ക് 100% ഗ്യാരണ്ടിയാണ്. ഇനി തട്ടിരും വെട്ടിരും ഒക്കെ വരുന്നത് പറഞ്ഞാൽ ഏതെങ്കിലും ഇതുമായിട്ട് ബന്ധമില്ലാത്ത ആൾക്കാരോ അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും സ്ഥാപനങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ആരെങ്കിലും പേഴ്സണലായിട്ട് വന്ന് പറഞ്ഞ് കളിപ്പിച്ച് പൈസ മേടിച്ചിട്ട് പോകുന്നതിനുള്ളൂ. അതിനൊന്നും ഈ ഇൻസ്റ്റിറ്റ്യൂട്ടൊന്നും യാതൊരു ബന്ധമൊന്നുമില്ല. ഇപ്പം നമ്മുടെ ഇന്ത്യയിലൊക്കെ ഇപ്പോൾ ഒത്തിരി പല ട്രെൻഡുകളുണ്ട്. കാരണം ചില ആൾക്കാരൊക്കെ പല ആൾക്കാരോടും പറയും, ഇത്ര നിങ്ങൾ രൂപ വന്നു കഴിഞ്ഞാൽ ഇത്ര മാസത്തിനുള്ളിൽ അതായത് നിങ്ങൾക്ക് ഇത്ര ലാഭം ഞങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഉണ്ടാക്കി തരാമെന്നൊക്കെ പറഞ്ഞ് പല ആൾക്കാരും ചെയ്യുന്നുണ്ട്. ചിലർ വളരെ ജെനുവിനായിട്ടുള്ള കേസുകളുണ്ട്, ചിലതിനകത്തിൽ ഫ്രോഡായിട്ടുള്ള ആൾക്കാരുണ്ട്. പക്ഷേ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒന്നും ഫ്രോഡല്ല, ഇതെല്ലാം വളരെ ജെനുവിനായിട്ടുള്ള ലൈസൻസ് ബേസ്ഡ് ആണ്, റെസ്ട്രിക്റ്റഡ് ആണ്. അവരുടെ ഓപ്പറേഷൻസ് എല്ലാം സെബിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻ അനുസരിച്ച് മാത്രമേ അവർക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ.
അപ്പോൾ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്ലാറ്റ്ഫോമാണ് സിറോദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സിറോദ. അപ്പോൾ സിറോദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും ബിഗസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു സ്റ്റോക്ക് ബ്രോക്കറാണ്. 4 മില്യൺ ക്ലയൻസുകളും ഉണ്ട് ഇപ്പോൾ. 4 മില്യൺ എന്ന് പറഞ്ഞാൽ 4 ദശലക്ഷം, 40 ലക്ഷം അല്ലേ. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഏകദേശം 15% ഡെയിലി ട്രേഡിംഗ് അവരുടെ പ്ലാറ്റ്ഫോമിൽ കൂടെ നടത്തുന്നതാണ് പറയുന്നത്. 2010 ആരംഭിച്ചാണ്. കാരണം ഞാൻ ഇതിനെക്കുറിച്ച് പറയാൻ കാരണം ഞാൻ ഇതാണ് ഈ പ്ലാറ്റ്ഫോമാണ് യൂസ് ചെയ്യുന്നത്. വളരെ നല്ല പ്ലാറ്റ്ഫോമാണ്. 2010 ആരംഭിച്ചാണ്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ഒന്നും പറയേണ്ട ആവശ്യമില്ല, പക്ഷെ മനസ്സിലാക്കി വെക്കുക. സിറോദ എന്നുള്ള പ്ലാറ്റ്ഫോം ഉണ്ട്. അപ്പോൾ HDFCയും ICICIയും കഴിഞ്ഞാൽ അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു സ്റ്റോക്ക് മാർക്കറ്റ് പ്ലെയറാണ് സിറോദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അവരുടെ ചില ഫീച്ചേഴ്സൊക്കെയാണ് ഇവിടെ പറയുന്നത്, അല്ലെ അവരുടെ സവിശേഷതകൾ. ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിനും ഡെലിവറി ബ്രോക്കേജ് ചാർജസ് സീറോ, മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്. പിന്നെ മ്യൂച്വൽ ഫണ്ട്സിൻ്റെയും നമുക്ക് ഈ പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ കൂടെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ മറ്റൊരു വീഡിയോ പറയാം മ്യൂച്വൽ ഫണ്ട്സിനെ കുറിച്ച്. പിന്നെ ഇൻട്രാഡേ ചാർജ്, ഇതൊക്കെ സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട ചില ടെർമിനോളജീസാണ്. ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്, ഡെലിവറി ബ്രോക്കറേജ്, ഇൻട്രാഡേ, അക്കൗണ്ട് ഓപ്പണിങ് ₹200. ഞാൻ ഓർക്കുന്നില്ല എത്ര ഞാൻ കൊടുത്തത്. ഞാൻ കോവിഡ് ടൈമിലാണ് തോന്നുന്നു ഈ ഡിമാറ്റ് ഞാൻ ഓപ്പൺ ചെയ്തത്. ആനുവൽ മെയിൻ്റനൻസ് ചാർജ് ഉണ്ട്. പിന്നെ സർവീസസ് എന്ന് പറഞ്ഞാൽ ഇക്വിറ്റി, ഡെറിവേറ്റീവ്സ്, കറൻസി, മ്യൂച്വൽ ഫണ്ട്സ്, കമോഡിറ്റീസ് ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം നമുക്ക് ട്രേഡ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു അക്കൗണ്ട്, ട്രേഡിങ് അക്കൗണ്ട് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ ഇതിനകത്തിൽ ഓപ്പൺ ചെയ്യാന്ന് പറയുന്നത് അത് മറ്റ് ഇപ്പം നമ്മളൊരു ബാങ്ക് അക്കൗണ്ടൊക്കെ ഓപ്പൺ ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ തന്നെയും ഏകദേശം മോറുള്ള സെയിമാണ്. നമുക്ക് KYC അപ്ലോഡ് ചെയ്യണം, പാൻ കാർഡ് അപ്ലോഡ് ചെയ്യണം, ആധാറിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാകണം, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് എല്ലാം അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ഇതെല്ലാം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് നമുക്കൊരു ഡിമാറ്റ് അക്കൗണ്ട് അലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ട്രേഡ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് ഒന്ന് നോക്കാം. അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം, ഇതാണ് സിറോദ എന്നുള്ളതിൻ്റെ. അപ്പോൾ ഇത് ലൈവാണ് ഇപ്പോൾ, കാരണം മാർക്കറ്റ്, നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ഓപ്പൺ ആണ്. രാവിലെ 9:15 മുതൽ വൈകുന്നേരം 3:30 വരെയാണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ടൈമിങ്. അപ്പോൾ ഈ ടൈമിങ്ങിനുള്ളിൽ നമുക്ക് സ്റ്റോക്കുകൾ, കമ്പനിയുടെ ഷെയറുകൾ വാങ്ങുകയോ വിൽക്കുകയോ ഒക്കെ ചെയ്യാൻ പറ്റും നമുക്ക്. അപ്പോൾ ഇത്രയും ഷെയറുകൾ എൻ്റെ അക്കൗണ്ടിലുണ്ട്, ഞാൻ വാങ്ങിച്ചിട്ടുള്ള. ഇപ്പം അപ്പോളോ എന്ന് പറയുന്നത്, ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ്, ഭാരത് ഹെവി ഇലക്ട്രോണിക്സ് ലിമിറ്റഡ്, CCHL, കണ്ടിക്കല ഹോട്ടൽ, ഹാത്വേ, IOC, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ. അപ്പോൾ ഇതിലെ ക്വാണ്ടിറ്റിയാണിത്. അപ്പോളോടെ 29 ഷെയർ, ബെല്ലിൻ്റെ 114 ഷെയർ, ഇതൊക്കെ ഞാൻ മേടിച്ച ഷെയറുകളാണ്. BHEL, ബെൽ 25 ക്വാണ്ടിറ്റി, CCHL, കണ്ടിക്കല ഹോട്ടൽ. കണ്ടിക്കല ഹോട്ടൽ എന്ന് പറഞ്ഞാൽ നേരത്തെ ദുബായിൽ വർക്ക് ചെയ്ത എൻ്റെ കമ്പനിയാണത്. ശരിക്കും പറഞ്ഞത് ദുബായിലല്ല, ഇന്ത്യയിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണിത്. ഹാത്വേ 296 നമ്പർ ഷെയറാണിത്, ക്വാണ്ടിറ്റിയാണിത്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ 87, JFP പവർ എന്ന് പറയുന്നത് 1057 ഷെയറുകൾ, LLFIC ഈ അടുത്തിടയ്ക്ക് മേടിച്ചാണ്. മാനക്കോട്ട് 12 ഷെയർ. പിന്നെന്താണ്, ഓറിയൻ സിമെൻറ്റ് 100, സെയിൽ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് 128, സുസുലോൺ 146, ടാറ്റ പവറിൻ്റെ 21, ടാറ്റ സ്റ്റീലിന് 39, തമിഴ്നാട്ടിൽ കമ്മ്യൂണിക്കേഷനാണിത് 1 ഷെയർ, വിപ്രോയുടെ 80. വിപ്രോയുടെ 80 എന്ന് പറയുമ്പം 40 ഞാൻ മേടിച്ചത്. ഇപ്പോൾ അവർ 1 ഷെയറിന് ഒന്നുകൂടെ അലോട്ട് ചെയ്തിട്ടുണ്ട്, അങ്ങനെ 80 ഷെയർ ആയിരുന്നു. ഇപ്പോൾ ടോട്ടലി എനിക്കുള്ള പ്രോഫിറ്റ് ഇപ്പോൾ 75,557 ആണ് ഇപ്പോൾ പണി. അത് മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, എന്നാലും 61%, 16%-ൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എനിക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. അപ്പം ഇത് എൻ്റെ ഇൻവെസ്റ്റ്മെൻ്റാണിത്. അപ്പോൾ ഈ ഓരോ ഷെയറിൻ്റെയും ആവറേജ് കോസ്റ്റ് ഉണ്ട്. നമ്മൾ അക്വയർ ചെയ്ത കോസ്റ്റ്, നമ്മൾ എത്ര രൂപയ്ക്കാണ് ഈ ഷെയർ മേടിച്ചത്, ആവറേജ് കോസ്റ്റ്. ഇപ്പം ഞാൻ അപ്പോളോ എന്ന് പറയുന്നത് 100 രൂപയ്ക്ക് മേടിച്ചാണ്. ഇത് ഇച്ചിരി നഷ്ടത്തിലാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒക്കെ അവിടെ കാണിക്കുന്നത് 131 രൂപ നഷ്ടമാണ് ഇതുവരെ ഉള്ളത്. ബാക്കി ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് 151 മേടിച്ചു, ഇപ്പം 304 ആയിട്ടുണ്ട്.
101.14% ലാഭമായിട്ടുണ്ട്. ഭാരത് ഹെവി ഇലക്ട്രോണിക്സ് 101 രൂപയ്ക്ക് മേടിച്ചാണ് 242 രൂപയായിട്ടുണ്ട്. CCHൽ 18 മേടിച്ച് 20 ആയിട്ടുണ്ട്. അത്വേ 24 മേടിച്ച് 17 ആയിട്ടുണ്ട്. ഇത് നഷ്ടത്തിലാണ് ഓടുന്നത്. പിന്നെ IOC 120 രൂപയ്ക്ക് മേടിച്ചത് 138 ആയിട്ടുണ്ട് ഇപ്പോൾ. ഇതിലുള്ള ലാഭമാണ് ഈ ഗ്രീൻ, നഷ്ടം റെഡിൽ. അപ്പോൾ ഈ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ഇതുവരെ എനിക്ക് 17,440 രൂപ ലാഭം തന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ വിൽക്കാതെ ഇത്രയും രൂപ നമുക്ക് കിട്ടും, ഇത് മൊത്തം വിൽക്കുകയാണെങ്കിൽ. അല്ലെ വിൽക്കുന്ന ഷെയറിൻ്റെ നമ്പറിനനുസരിച്ച് എത്രയാണ് ലാഭം അത്രയും. ഭാരത് ഹെവി ഇലക്ട്രോണിക്സ് 3,517 രൂപ ഒരു ലാഭം ഉണ്ടായിട്ടുണ്ട്. മറ്റേ 217, ഇത് 1959 രൂപ നഷ്ടമാണ് ഇപ്പം നിൽക്കുന്നത്. കുഴപ്പമില്ല, കാരണം നമ്മൾ ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ചിലപ്പോൾ ഭാവിയിൽ ഇതിൻ്റെ വില കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ നഷ്ടം മാറി ലാഭം ഉണ്ടാകാം. ഇങ്ങനെ കോർപ്പറേഷൻ 1,609 രൂപ വരെ ലാഭമായിട്ടുണ്ട്. ഇത് ഇവിടെ കാണിക്കുന്ന LTP അല്ലേ, ലാസ്റ്റ് ട്രേഡിംഗ് പ്രൈസ്. ഇപ്പം സ്റ്റോക്ക് മാർക്കറ്റിൽ അതിൻ്റെ വില 304.10 അപ്പം ഇതാണ് ലേറ്റസ്റ്റ് എല്ലാത്തിൻ്റെയും പ്രൈസ് കാണിക്കുന്നത്. ഇപ്പോൾ വിപ്രോ ഏറ്റവും അവസാനത്ത് 5,263 രൂപ എനിക്ക് ലാഭമുണ്ട് ഇപ്പം. അതിൻ്റെ ഇപ്പോഴത്തെ പ്രൈസ് 310.25. ടാറ്റ സ്റ്റീലിൻ്റെ 145.27, 160 മേടിച്ചത്, അത് നഷ്ടത്തിൽ നിൽക്കുകയാണ് ഇപ്പോൾ. ടാറ്റ പവർ ഏകദേശം ലാഭത്തിലാണ്. സുസ്ലോൺ എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട്. സ്റ്റീൽ അതോറിറ്റി 2,086 രൂപ നഷ്ടം നിൽക്കുകയാണ്. ഓറിയൻ സിമെൻറ്റ് ഏറ്റവും കൂടുതൽ ലാഭം പെർസെൻറ്റേജ് നോക്കുമ്പോൾ മനാക്കോട്ട് 208%, 209% പ്രോഫിറ്റാണ് തോന്നുന്നത്. പിന്നെ ഇത് JP പവർ, ഇത് ഞാൻ 6.16 രൂപ ഉള്ളപ്പം മേടിച്ചാണ് 1,057 ഷെയർ, 18.64 ആയിട്ടുണ്ട്. ഇതെല്ലാം പല കാലഘട്ടങ്ങളിലായിട്ട് മേടിച്ചാണ് കേട്ടോ, ഒറ്റയടിക്ക് മേടിച്ചല്ല. ഏകദേശം കോവിഡ് ടൈം മുതൽ ഇങ്ങോട്ട് ചില ഷെയറുകളൊക്കെ വാങ്ങുകയും ചിലതൊക്കെ വിൽക്കുകയൊക്കെ ചെയ്ത് ഇപ്പോഴത്തെ പൊസിഷനാണ് ഞാൻ കാണിക്കുന്നത്. ഇനി നമുക്ക് ഈ പ്ലാറ്റ്ഫോമിലൊക്കെ നമുക്ക് ഒത്തിരി ഫീച്ചേഴ്സ് അവൈലബിൾ ആണ്. ഒത്തിരി ഫീച്ചേഴ്സ് അവൈലബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് ഏതെങ്കിലും പുതിയതായിട്ട് മേടിക്കാൻ പോകുന്ന ഒരു ഷെയറിനെ കുറിച്ച് നമുക്ക് അറിയണമെങ്കിൽ ഈ ലെഫ്റ്റ് സൈഡിലൂടെ നമുക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇൻഫോസിസ് എന്ന് പറഞ്ഞാൽ ഇൻഫോസിസ്, ഇവിടെ NSE നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉണ്ട്, BSE ഉണ്ട്, രണ്ടിടത്തുണ്ട്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നമുക്കറിയാം. അപ്പോൾ അതിൻ്റെതാണ്ട് ഇവിടെ ഈ ബ്ലൂവിൽ കാണുന്ന ബൈ നമുക്ക് ഷെയർ വാങ്ങിക്കാൻ പറ്റും, ഇത് സെല് ചെയ്യാൻ പറ്റും. സെല് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇത് ഗ്രാഫാണ്. ഇപ്പോൾ ഗ്രാഫിൽ നമ്മൾ ചാർട്ടിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ചാർട്ട് കിട്ടുന്നു. അപ്പോൾ തീർച്ചയായും ചാർട്ട് നമുക്ക് വളരെ ഈ ഷെയറിനെ കുറിച്ചൊക്കെ പഠിച്ച് മനസ്സിലാക്കേണ്ടവർക്ക് വളരെ ഉപകാരപ്രദമാണ്. അപ്പോൾ ഇവിടെ കണ്ട് താഴെ 1 ഡേ, 5 ഡേ, 1 മന്ത്, 3 മന്ത്, 6 മന്ത്, ഇയർ ടു ഡേറ്റ്, 1 ഇയർ, 5 ഇയർ. അപ്പോൾ ഓരോ വർഷം, ഇപ്പോൾ ഒരു വർഷത്തെ, കഴിഞ്ഞൊരു വർഷത്തെ ചാർട്ടാണ് നമുക്ക് വേണ്ടതെങ്കിൽ കഴിഞ്ഞൊരു വർഷത്തെ ചാർട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഷെയറിൻ്റെ മൂവ്മെൻ്റ് ആണ് കാണിക്കുന്നത്. 6 മന്ത് നോക്കാം. കഴിഞ്ഞ 6 മാസം കൊണ്ട് ഈ ഷെയർ, അതായത് 19/6 മുതൽ കണ്ട് ഇവിടെ 1,508 അപ്പോൾ അതിങ്ങനെ മേപ്പോട്ട് പോയി വീണ്ടും അത് ഡിപ്പിലേക്ക് വന്നിട്ട് വീണ്ടും ഇൻക്രീസ് ചെയ്ത്. അപ്പോൾ ഈ ഷെയറിൻ്റെ മൂവ്മെൻ്റ് അല്ലെങ്കിൽ ഗ്രോത്ത് മൂവ്മെൻ്റ് അല്ലെങ്കിൽ ഈ ഷെയറിൻ്റെ ഒരു ഓവറോൾ മൂവ്മെൻ്റ് ആണ് കഴിഞ്ഞ 6 മാസം കാണിക്കുന്നത്. 3 മാസം കൊണ്ട് അതിന് ഇത്രയും ഈ മൂവ്മെൻ്റ് ആണ് കാണിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഒരു മാസത്തെ അറിയണമെങ്കിൽ ഇത്രയായിരിക്കും അതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ തന്നത്. ഏകദേശം 18/11 മുതൽ ഇന്ന് 18/12 വരെയുള്ള ഒരു മാസത്തെ കാലയളവിൽ ഈ ഷെയറിൻ്റെ മൂവ്മെൻറ്റിനെ കുറിച്ച് അറിയാൻ ഒരു മാസത്തെ ഈ താഴെ കാണിച്ചിരിക്കുന്ന ഓപ്ഷൻ നമ്മൾ, ഇനി 5 വർഷത്തെ ആണെങ്കിൽ നമുക്ക് 5 വർഷത്തെ എടുക്കാം. അപ്പോൾ ഈ ഓപ്ഷൻസ് ഒക്കെ ആർക്കാണ് യൂസ്ഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് 1 ഡേ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഓപ്ഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ഇന്ന് രാവിലെ സ്റ്റോക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് അന്നേരം മുതൽ ഇതുവരെ ഉണ്ടായിരുന്ന ഈ ഷെയറിൻ്റെ മൂവ്മെൻറ്റിനെ കുറിച്ചാണ്. അപ്പോൾ ഈ
ഡെയിലി ഡേ ട്രേഡ് നടത്തുന്നവർക്ക്, ഇൻട്രാഡേ ട്രേഡ് നടക്കുന്നവർക്ക് ഈ ഒരു ഇൻഫർമേഷൻ വളരെ ഹെൽപ്ഫുള്ളാണ്. കാരണം ഇൻട്രാഡേ അല്ലെങ്കിൽ ഡേ ട്രേഡ് നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസത്തിനുള്ളിൽ തന്നെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതൊക്കെ പറഞ്ഞാൽ വളരെ റിസ്കി ആയിട്ടുള്ള ട്രേഡാണത്. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് അത്തരം റിസ്കി ട്രേഡുകൾ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. നമുക്ക് സാധാരണക്കാരനെ സംബന്ധിച്ച് ഒന്നുകിൽ സ്വിംഗ് ട്രേഡ് അല്ലെങ്കിൽ പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മളിപ്പോൾ ഒരു ചില പഠനങ്ങൾ നടത്തിയ ഷെയർ നമ്മൾ സെലക്ട് ചെയ്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മളതിനെ കുറേ വർഷത്തേക്ക് 4, 5, 10 വർഷത്തേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടേക്കും. അപ്പോൾ ആ കാലയളവിൽ ആ ഷെയറിൻ്റെ വില വളരെ കൂടുകയും അങ്ങനെ നമുക്ക് അതിൽ നിന്ന് റിട്ടേൺ നല്ല രീതിയിൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ അത് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു മോഡലാണ്. അതാണ് സാധാരണക്കാരനെ സംബന്ധിച്ച് ഇൻവെസ്റ്റ്മെൻറ്റാണ് ഏറ്റവും നല്ലത്. പിന്നെ വളരെ റിസ്കി ആയിട്ടുള്ള റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളവർക്കും ഓരോ ദിവസവും പെട്ടെന്ന് ഒരു ഷെയറിൻ്റെ വില ചിലപ്പോൾ ഒരു 50 പൈസ അല്ലെങ്കിൽ 1 രൂപയൊക്കെ കൂടുന്നതൊക്കെ അനുസരിച്ച് മാറ്റങ്ങൾ വലിയ നമ്പറുകൾ വാങ്ങിയിട്ട് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്ത് അതിനകത്തിൽ നിന്ന് ഒത്തിരി പൈസ ഉണ്ടാക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ട്. കൂടുതൽ ആൾക്കാരും അങ്ങനെ തന്നെയാണ് അതിനകത്തിൽ. അപ്പോൾ നമ്മൾ ഈ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ഈ വീഡിയോയിലൊക്കെ കാണുന്ന ആൾക്കാർ ചെന്ന് ചെയ്യുന്ന ഈ ഡേ ട്രേഡിങ്ങിന് വേണ്ടിയാണ് ആദ്യം ചെയ്ത് കാണുന്നതല്ലോ. അതൊക്കെ വലിയ കളികൾ കാണണം. നമുക്ക് സാധാരണ അതൊന്നും ഓപ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സാധാരണക്കാരനെ സംബന്ധിച്ച് നമുക്ക് എപ്പോഴും ഇൻവെസ്റ്റ്മെൻ്റ് ആണ് പ്രിഫറബിൾ. അപ്പോൾ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്നൊരു വ്യക്തിയെ സംബന്ധിച്ച് നമുക്ക് ഇപ്പോൾ 5 വർഷത്തെ കഴിഞ്ഞ 5 വർഷത്തെ ഈ കമ്പനിയുടെ പെർഫോമൻസ് അല്ലെങ്കിൽ സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ എന്നിട്ട് ഈ 5 വർഷം കൊണ്ട് ഇത്രയും പിന്നെയും ഇത് മാത്രമല്ല, ഇതിൻ്റെ ബാക്കിയുള്ള കമ്പനിയുടെ പാരാമീറ്റേഴ്സ് ഒക്കെ നമുക്ക് പഠിക്കാൻ പറ്റും. അത് മറ്റ് ചില സൈറ്റിൽ കൂടെ നമുക്ക് കമ്പനിയുടെ സ്റ്റോക്കിനെ നമുക്ക് സ്ക്രീൻ ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ പെർഫോമൻസ് മനസ്സിലാക്കി ഇത് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി വരുന്ന 5 വർഷത്തിനുള്ളിൽ നമുക്ക് നല്ല റിട്ടേൺ തരാൻ കപ്പാസിറ്റിയുള്ള പൊട്ടൻഷ്യലുള്ള ഷെയർ ആണോ എന്ന് നമ്മൾ മനസ്സിലാക്കി നമുക്ക് അതിനെ തിരഞ്ഞെടുക്കാം. അപ്പോൾ ഈ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നമുക്ക് സഹായിക്കും. ഇപ്പോൾ ഉദാഹരണം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ സെലക്ട് കഴിഞ്ഞാൽ 2020 533.14 ഈ ഷെയറിൻ്റെ പ്രൈസ്. 2020 ഏകദേശം കോവിഡ് സമയത്തൊക്കെ അവിടെ നിന്ന് ഇത് ഏറ്റവും മുകളിലേക്ക് പോയി 1954 വന്ന് വീണ്ടും അവിടെ നിന്ന് വീണ്ടും ഡിക്ലൈൻ ചെയ്തിട്ട് വീണ്ടും ഈ പറഞ്ഞ ഒരു ലെവലിലേക്ക് ഏകദേശം റീച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ജനറലായിട്ട് ഈ ഷെയറിൻ്റെ മൂവ്മെൻറ്റ് നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ പോക്കെന്ന് പറഞ്ഞാൽ അപ്വേർഡിലേക്കാണ്, മുകളിലേക്ക് പോകും എന്നുള്ള കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. അപ്പം ഇങ്ങനെയുള്ള പഠനങ്ങൾ നമുക്ക് നടത്തിയിട്ട് ഒരു ഷെയർ നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇന്ത്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലുള്ള സെൻസെക്സിലും അതുപോലെ നിഫ്റ്റിയിലും ലിസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഷെയറുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസും നമുക്കിവിടെ കിട്ടും. അപ്പോൾ ഒരു ഇൻവെസ്റ്ററിനെ സംബന്ധിച്ച് പിന്നെ ഏത് ഷെയർ ആണോ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത് അതിന് മുമ്പ് ആ ഒരു ഷെയറിനെ കുറിച്ച് നമുക്കിവിടെ പഠനങ്ങൾ നടത്തിയിട്ട് നമുക്ക് തീർച്ചയായിട്ടും ആ ഷെയർ സെലക്ട് ചെയ്യണോ വേണ്ട എന്നുള്ളതിനെ കുറിച്ചൊരു തീരുമാനം എടുക്കാൻ പറ്റും. ഉദാഹരണത്തിന് മറ്റൊരു ഷെയർ നമ്മൾ ഏതാണ്, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അദാനി ഗ്രീൻ എനർജി അല്ലെ അദാനി പോർട്ടിൻ്റെ ഷെയറിൻ്റെ ഗ്രാഫാണിത്, ചാർട്ടാണിത്. ഇപ്പോൾ 1116.65 ഉണ്ട് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞ 5 വർഷത്തെ റെപ്രസെൻറ്റേഷൻ, അല്ലെങ്കിൽ നമുക്ക് 1 വർഷത്തെ എടുക്കാം അല്ലെങ്കിൽ 6 മാസത്തെ നോക്കാം. അപ്പോൾ അങ്ങനെ ഓപ്ഷൻസിനകത്തിലുണ്ട്. അപ്പോൾ നമുക്ക് ആ ഷെയറിനെ കുറിച്ച് മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യാം. പിന്നെന്താണ്, അപ്പം അങ്ങനെ ഏത് ഷെയറും നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാൻ സാധിക്കും. സെലക്ട് ചെയ്ത് നമുക്ക് പഠിക്കാൻ സാധിക്കും. ഇവിടെ ഞാൻ കുറേ ഷെയറൊക്കെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന കുറേയൊക്കെ ഉണ്ട്. ഇപ്പോൾ ONGC ഉണ്ട്. ഇപ്പോൾ TCS നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ 5 വർഷത്തെ പെർഫോമൻസ് ഈ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ അതും ഏകദേശം താഴെ 1596 2020 അത് മുകളിലേക്ക് പോയിട്ട് അപ്പോൾ ഇതിൻ്റെ മൂവ്മെൻറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഷെയറിൻ്റെ വാല്യൂ മുകളിലേക്ക് പോകുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ്. മുകളിലേക്ക് പോകും. അപ്പോൾ ഒരു ഇൻവെസ്റ്ററിനെ സംബന്ധിച്ച് ഈ ഷെയർ നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഇത് എൻ്റെ ഒരു അസസ്മെൻ്റാണ്. ഇൻഡിവിജ്വൽ അസസ്മെൻ്റ് നടത്തി മാത്രമേ നമുക്ക് ഷെയറിനെ കുറിച്ച് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റത്തുള്ളൂ. മറ്റൊരാളുടെ അഭിപ്രായം കേട്ട് നമ്മൾ ഒരു ഷെയർ സെലക്ട് ചെയ്യുന്നതിന് ആവശ്യമൊന്നുമില്ല. അപ്പം നമുക്ക് ഈ പഠനങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു സ്റ്റഡി
സ്റ്റഡി നടത്തിയിട്ട് മാത്രമേ നമുക്ക് തീർച്ചയായിട്ടും V-Guard ഞാൻ നേരത്തെ മേടിച്ചിട്ടുണ്ട്, പക്ഷേ അത് പിന്നീട് ഞാൻ വിറ്റാണ്. V-Guardൻ്റെ 5 വർഷത്തെ പെർഫോമൻസ് അല്ലെങ്കിൽ മൂവ്മെൻറ്റ് എടുത്തു നോക്കിക്കഴിഞ്ഞാലും ഏകദേശം സാറ്റിസ്ഫാക്ടറിയാണ്. കാരണം വളരെ താഴെ നിന്ന് മുകളിലേക്ക് പോയിട്ടുണ്ട്, ഇപ്പം താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഈ ഒരു പൊസിഷൻ 525 ആയിട്ട് അവിടെ നിന്ന് ഇപ്പം 431 അപ്പോൾ അത് തീർച്ചയായിട്ടും ലോങ് ടേമിൽ ഇൻക്രീസ് ചെയ്യും, അത് ഹൈക്ക് ഉണ്ടാകുമെന്നുള്ളത് സംശയങ്ങളൊന്നുമില്ല. പിന്നെ കൊച്ചിൻ ഷിപ്പ് യാർഡിൻ്റെയാണിത്. കണ്ടോ, ഇവിടെ നിന്ന് താഴെ നിന്ന് വന്നൊരു ഒറ്റ സ്റ്റീപ്പ് ഹൈക്ക് ഏതാണ് പറയുന്നത്. കാരണം കൊച്ചിൻ ഷിപ്പ് യാർഡിനൊക്കെ അത് നമ്മുടെ ഗവൺമെൻറ് പബ്ലിക് സെക്ടർ യൂണിറ്റ്സിലുള്ളതാണല്ലോ. കാരണം നമ്മുടെ ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കുകളൊക്കെ ഡിഫൻസ് മാനുഫാക്ചറിങ് പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട്, അപ്പോൾ അത് ഷിപ്പ് ബിൽഡിംഗ് ആയാലും ശരി, മറ്റ് മേഖലകളിലൊക്കെയുള്ള എല്ലാ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് അതുപോലുള്ള ഈ ഡിഫൻസ് റിലേറ്റഡ് സ്റ്റോക്സ് എല്ലാം തീർച്ചയായിട്ടും ചൂസ് ചെയ്യാവുന്നതാണ്. കാരണം അതിൻ്റെ എല്ലാം സ്റ്റോക്ക് വാല്യൂ ലോങ് ടേമിൽ ഇൻക്രീസ് ചെയ്യാനുള്ള വളരെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ഓപ്ഷനിൽ ഒന്ന് ചാർട്ട് ഗ്രാഫിക് റെപ്രസെൻറ്റേഷൻ ഉണ്ട്. പിന്നെ ഇവിടെ നമ്മൾ എഴുതി നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഷെയറിൻ്റെ മാർക്കറ്റ് ഡെപ്താണ്. മാർക്കറ്റ് ഡെപ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ലൈവായിട്ട് മാർക്കറ്റിൽ ഈ ഷെയറുകൾ ഈ കാണിച്ചിരിക്കുന്നത് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഉള്ള 3,21,112. ഇത് ഏത് ഷെയറിൻ്റെയാണ്? ഇത് HDFC ബാങ്കിൻ്റെയാണത്. 3,21,112 രൂപ വാങ്ങാനും 5,700 രൂപയല്ല, എണ്ണമാണ് കേട്ടോ. അതായത് ഇത്രയും വാങ്ങാൻ ക്യൂവിൽ നിൽപ്പുണ്ട്, ഇത്രയും വിൽക്കാൻ ക്യൂവിൽ നിൽപ്പുണ്ട്. 5,74,660 ഷെയറുകൾ വിൽക്കാൻ ക്യൂ നിൽപ്പുണ്ട്. അപ്പം ഇത് തീർച്ചയായിട്ടും ഈ ഓപ്ഷൻ നമുക്ക് ഈ കമ്പനിയുടെ ഈ ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ഫീച്ചർ നമ്മൾ നോക്കിയിട്ട് എന്തുകൊണ്ടാണ് ഇത്ര ആൾക്കാർ വിൽക്കുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്ര ആൾക്കാർ വാങ്ങിക്കുക എന്നൊക്കെ ഉള്ളത് നമുക്ക് മനസ്സിലാക്കിയിട്ട് കമ്പനിയുടെ ഷെയർ ഓപ്റ്റ് ചെയ്യാൻ സാധിക്കും. ഞാൻ ഡിലീറ്റ് പിൻ ചെയ്തിരുന്നു. പിന്നുള്ള ഓപ്ഷൻ ഇത് ബൈ എ സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ കയ്യിലുള്ളൊരു നമ്മൾ മേടിച്ചൊരു ഷെയർ മാത്രമേ നമുക്ക് സെല് ചെയ്യാൻ പറ്റത്തുള്ളൂ. പുതിയതായിട്ട് നമുക്ക് വാങ്ങിക്കണം. ഇപ്പോൾ ഈ ഹിന്ദുസ്ഥാൻ യൂണിലിവർ ഞാൻ മേടിച്ചിട്ടില്ല. അപ്പം എന്നാൽ എനിക്ക് കമ്പനിയുടെ ഷെയർ മേടിക്കണമെങ്കിൽ ഇവിടെ ബൈ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ബൈ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുമ്പോൾ നമുക്ക് ഇതുപോലൊരു ബോക്സ് വരും. അപ്പോൾ ഇവിടെ ഒരു മെസ്സേജ് ഉണ്ട്, ഹിന്ദുസ്ഥാൻ ലിവർ ഈസ് അണ്ടർ സർവിലൻസ് മെഷർ, സ്ക്രിപ്റ്റ് PE is greater than 50. ഇതൊക്കെ ഇച്ചിരി ടെക്നിക്കൽ ടേംസ് ഒക്കെയാണ്. പ്ലീസ് അനലൈസ് ദ റിസ്ക് കെയർഫുള്ളി. അപ്പോൾ ഇതുള്ള എല്ലാ ഇൻഫർമേഷനകത്തിൽ പാക്റ്റാണ്. നമ്മൾ ഏത് കാര്യത്തെക്കുറിച്ച് നമുക്കങ്ങനെ പിന്നെ നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് മാത്രം ഫോൾട്ട് പറ്റുന്ന ഒരു വിഷയം മാത്രമേ ഉള്ളൂ, ബാക്കി അങ്ങനെയുള്ള കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇവിടെ ഇപ്പം നമ്മൾ ഫണ്ട് ആഡ് ചെയ്തിട്ടില്ല ഇതിനകത്തിലേക്ക്. ആ ഫണ്ട് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചുതരാം. ഇപ്പം ഫണ്ട് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ ക്വാണ്ടിറ്റി ഓർമ്മയാണ് കാണിച്ചിരിക്കുന്നത്. ഇപ്പം ഞാൻ ഉദാഹരണത്തിന് ഇവിടെ നിന്ന് 10 ക്വാണ്ടിറ്റി ഞാൻ ബൈ കാണിച്ച് നോക്കാം. പ്രൊസീഡ് ചെയ്ത് നോക്കട്ടെ എന്ത് പറ്റുന്നു. കണ്ടോ, ഇവിടെ കാണിക്കുക ഇൻസഫിഷ്യൻറ്റ് ഫണ്ട്. കാരണം എൻ്റെ ഇപ്പോൾ ഇത്രയും മേടിക്കാനുള്ള പൈസ ഈ സ്റ്റോക്ക് ബ്രോക്കറുടെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ്. ബൈ 10 ഇൻറ്റു ഹിന്ദു റിജക്റ്റഡ്, ഇൻസഫിഷ്യൻറ്റ് ഫണ്ട്, റിക്വയർഡ് മാർജിൻ ഒക്കെ, അത് പൈസ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പം പൈസ ഉണ്ടെങ്കിൽ മാത്രമേ ഫണ്ട് ആഡ് ചെയ്താൽ മാത്രമേ നമുക്കത് മേടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഫണ്ട് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഇങ്ങനെ ഓരോ സ്റ്റോക്കിനെ കുറിച്ചും ഷെയറിനെ കുറിച്ചും നമുക്ക് ബേസിക് ആയിട്ടുള്ള ഫണ്ടമെൻ്റൽ സ്റ്റഡീസ് നമുക്ക് നടത്താൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ പല ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ചാർട്ടുണ്ട്, ഫണ്ടമെൻ്റൽസ്, ടെക്നിക്കൽസ്, ഓപ്ഷൻസ്. ഇപ്പോൾ ഫണ്ടമെൻ്റൽസിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഹിന്ദുസ്ഥാൻ യൂണിലിവറിനെ കുറിച്ചുള്ള ഫണ്ടമെൻ്റൽസ് ഉണ്ട്. ആ ഷെയറിനെ കുറിച്ചുള്ള ബേസിക് സ്റ്റഡി നമുക്ക് ഇവിടെ നടത്താൻ പറ്റും. ഓവർവ്യൂ, റവന്യൂ, ഇതൊക്കെ പ്രൈസ് ഏർണിംഗ് റേഷ്യോ, ഇതൊക്കെ സാധാരണക്കാർ മനസ്സിലാകത്തില്ല. സെക്ടർ PB, ഡിവിഡൻഡ് yield, റിട്ടേൺ ഓൺ ഇക്വിറ്റി, ലോ 52 വീക്ക് റേഞ്ച് ആണിത്, ഹൈ. ഇതൊന്നും സാധാരണക്കാർ മനസ്സിലാകത്തില്ല. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് അതും കൂടെയാണ് ഞാൻ. അപ്പം റവന്യൂവിനെ കുറിച്ചുള്ള കമ്പനിയുടെ റവന്യൂവിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസിലുണ്ട്, മനസ്സിലായില്ല. ഹോം കെയർ, കാരണം ഹിന്ദുസ്ഥാൻ യൂണിലിവർ ലിമിറ്റഡ് നമ്മളറിയാം HUL എന്നുള്ളത് വലിയ കൺസ്യൂമർ ഇൻഡസ്ട്രി സെക്ടറിൽ വരുന്ന വലിയൊരു കമ്പനിയാണ്. അപ്പം ഹോം കെയർ 35.99
ആണ് അവരുടെ റവന്യൂ. ഫുഡ് ആൻഡ് റിഫ്രഷ്മെൻറ്റ് 23.88 ബ്യൂട്ടി ആൻഡ് പേഴ്സണൽ കെയർ 21.48 മറ്റ് മേഖലകളിൽ നിന്നും അവർക്ക് 18.65% അവരുടെ റവന്യൂ ഉണ്ടാക്കുന്നതിൻ്റെ മൊത്തം ബൈഫൊക്കേഷൻ അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ ഉണ്ടെന്നുണ്ട്. പിന്നെ അവരുടെ ഫൈനാൻഷ്യൽസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ഒക്കെ എങ്ങനെ ഉണ്ടെന്നുള്ളതിനെ കുറിച്ച് ഉള്ളൊരു ഡീറ്റെയിൽസ് ആണ് കാണുന്നത്. ക്വാർട്ടർലി റിസൾട്ട് എന്താണ് വേണ്ട. സെയിൽസ് സെപ്റ്റംബർ 24 വരെ 15,926 കോടി രൂപ. ഇയർ ഓൺ ഇയർ ചേഞ്ചസ്, ക്വാർട്ടർ ടു ക്വാർട്ടർ ചേഞ്ചസ്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എത്ര, നെറ്റ് പ്രോഫിറ്റ് എത്ര എന്നൊക്കെ ഉള്ളതിനെ കുറിച്ചുള്ള ഫൈനാൻഷ്യൽ ഡീറ്റെയിൽസ് ഉണ്ട്. പിന്നെ ഈവൻസ്, ഇനിയും കമ്പനിയായിട്ട് ബന്ധപ്പെട്ട എന്തെല്ലാം സംഭവങ്ങൾ നടക്കാൻ പോകുന്നു എന്നുള്ളതിനെക്കുറിച്ച് പഴയതും പുതിയതൊക്കെ ഉള്ളത്. ഒക്ടോബർ 31 അത് പഴയതാണല്ലോ, പുതിയൊന്നുമില്ലേ, സോറി. നവംബർ 6, 2024 കമ്പനി 19 രൂപ ഒരു ഷെയറിന് ഡിവിഡൻഡ് കൊടുത്തായിട്ട് ഈവൻറ്റ്. അങ്ങനെയുള്ള പല ഡീറ്റെയിൽസ് നമുക്ക് ഇതിനകത്തിൽ നിന്ന് കിട്ടും. പിന്നെ ഐഡിയാസ് എന്താണ്, അപ്പം ഇങ്ങനെയുള്ള വിവരങ്ങൾ നമുക്ക് ഫണ്ടമെന്റൽസിൽ നിന്ന് കിട്ടുന്നതാണ്. നമുക്ക് പിന്നെന്താണ്, ഫണ്ടമെന്റൽസ് കഴിഞ്ഞു ടെക്നിക്കൽ നോക്കാം. അപ്പം ഇതൊക്കെ ഷെയറിനെ കുറിച്ച് ആധികാരികമായി പഠിച്ച് തീരുമാനമെടുത്ത് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന വ്യക്തികൾക്കാണ് ഇതൊക്കെ പ്രാധാന്യം കേട്ടോ. പിന്നെ ടെക്നിക്കൽ വശങ്ങൾ എന്തൊക്കെയാണ് ഇതൊന്നും സാധാരണക്കാർ മനസ്സിലാകത്തില്ല. സ്കാനർ ഉണ്ട്, സ്ട്രാറ്റജീസ് ഉണ്ട്. ഓക്കെ, ഇതൊക്കെ ഇവിടെയാണ്. ഇതൊന്നും നമുക്ക് സാധാരണക്കാരന് ആവശ്യമില്ല ഇതൊന്നും. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഒരു ഇൻവെസ്റ്റർ എന്ന രീതിയിൽ നമുക്ക് പരിഗണിക്കാമെന്നാണ് ഈ പറഞ്ഞ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്നത്. വലിയ അതിന് ഇത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ഒരിടത്തും ലിമിറ്റ് ഇതൊന്നുമില്ല. എന്താണ്, ഇത്ര രൂപ ഉണ്ടെങ്കിലേ ഷെയറിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് 100 രൂപ ഉണ്ടെങ്കിൽ 100 രൂപയുടെ ഉള്ളിൽ ഒതുങ്ങുന്ന ഏത് കമ്പനിയുടെ ഷെയർ മേടിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. കാരണം 1 രൂപ മുതൽ അല്ലെങ്കിൽ പല പ്രൈസിലുള്ള ഷെയറുകളുണ്ടല്ലോ. അതിനൊക്കെ ചെറിയ വില കുറഞ്ഞ വാല്യൂ ഉള്ള ഷെയറുകളുണ്ട്. പെന്നി സ്റ്റോക്ക് എന്ന് പറയും, PENNY, പെന്നി. എന്നുവെച്ചാൽ ചെറിയ വാല്യൂസ് ഉള്ള, ഇപ്പം 1 രൂപയോ 2 രൂപയോ 10 രൂപയോ 8 രൂപയോ 9 രൂപയൊക്കെ ഉള്ള ഷെയർ വാല്യൂ ഉള്ള സ്റ്റോക്ക് അല്ലെങ്കിൽ ഷെയർസ് ഉണ്ട്. അതൊക്കെ പക്ഷേ കമ്പനിയെ നമ്മൾ പരിശോധിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന് എൻ്റെ ഹോൾഡിങ്ങിൽ എൻ്റെ കൂടെ ഞാൻ ഈ CCHL 18 രൂപയുള്ളപ്പോൾ മേടിച്ചാണ്. ആത്വ 24 രൂപയുള്ളപ്പോൾ മേടിച്ചാണ്. JP Power 6.16 രൂപ 16 പൈസ ഉള്ളപ്പോഴാണ് ഈ ഷെയർ മേടിച്ചത്. LLFICL 10 രൂപ ഉള്ളപ്പോൾ മേടിച്ചാണ്. അപ്പം അങ്ങനെ ചെറിയ വിലയ്ക്ക് ഷെയർ കിട്ടുന്നുണ്ട് ഇഷ്ടം പോലെ. അപ്പം 100 രൂപ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ സുസ്ലോൺ 23 രൂപ 60 പൈസ ഉള്ളപ്പോൾ മേടിച്ചാണ്. TLF തമിഴ്നാട് ടെലികമ്മ്യൂണിക്കേഷൻ 11.5 രൂപ ഉള്ളപ്പോൾ മേടിച്ചാണ്. ഒരുപക്ഷെ ഇതിൻ്റെ ഏറ്റവും പിന്നെ വാല്യൂ ഉള്ള സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ MRF ആയിരുന്നു. നോക്കട്ടെ, MRF 1,31,321 രൂപയാണ് ഇപ്പോൾ ഷെയറിൻ്റെ വില. 1,31,000. 5 വർഷം മുമ്പ് 54,135 രൂപയായിരുന്നു. അപ്പം അന്ന് 1 ലക്ഷം രൂപ അല്ലെങ്കിൽ 1.5 ലക്ഷം രൂപ അടുത്ത് 2 ഷെയർ മേടിച്ച ആൾക്ക് ഇന്ന് അതിൻ്റെ ഇരട്ടി പൈസ ഇന്ന് ഈ സ്റ്റോക്കിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു ഇന്ത്യൻ ഷെയർ മാർക്കറ്റിലെ ഏറ്റവും വില കൂടിയ ഷെയർ ഇതാണെന്ന് തോന്നുന്നു, MRFൻ്റെ ആണെന്ന്. ഇപ്പം അതിന് 1,31,238 രൂപയാണ് അതിൻ്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് നമുക്ക് പരിഗണിക്കാവുന്നതാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫണ്ട് വേണമല്ലോ ഷെയർ മേടിക്കാൻ വേണ്ടി. അപ്പം അതിന് നമ്മൾ ഇതിൻ്റെ ഡാഷ്ബോർഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഫണ്ടിങ് നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ഡാഷ്ബോർഡല്ല, അതിൻ്റെ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഫണ്ട്. ഇവിടെ ആഡ് ഫണ്ട് എന്നും എന്നുവെച്ചാൽ ഫണ്ട് ആഡ് ചെയ്യാന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഫണ്ട് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ
ആഡ് ഫണ്ട് ഉണ്ട്, വിഡ്രോ ഉണ്ട്. വിഡ്രോ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു ഷെയറൊക്കെ വിറ്റിട്ട് നമ്മുടെ പൈസ ഇതിലേക്കേ വരത്തുള്ളൂ. ഇതിൽ കൂടെ ഇതൊരു ഹബ്ബാണ്, ഇത് ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ പൈസ ഇതിനകത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക, സിറോദയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ സ്റ്റോക്ക് ബ്രോക്കറിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. എന്നിട്ട് ഈ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് നമ്മൾ കമ്പനിയുടെ ഷെയറുകൾ വാങ്ങിക്കുക. അതുപോലെ തന്നെ നമ്മുടെ മേടിച്ച കമ്പനികളുടെ ഷെയറുകൾ നമ്മൾ വിൽക്കുമ്പോൾ ആ പൈസ ആദ്യം എവരിലേക്കേ വരത്തുള്ളൂ, ഇവിടുന്ന് നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടാം നമുക്ക്. അപ്പോൾ നമ്മളിവിടെ ആഡ് ഫണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനൊരു ഓപ്ഷൻ വരും നമുക്ക്. ഇപ്പോൾ ഉദാഹരണത്തിന് സിറോദ ഡിപ്പോസിറ്റ് ഫണ്ട്സ് എത്ര നമ്മൾ എമൗണ്ട്, ഇപ്പോൾ ഉദാഹരണത്തിന് 500 രൂപ. ഇവിടെ ഓപ്ഷൻ ഇക്വിറ്റി, നല്ല സ്റ്റേറ്റ് ബാങ്ക്, വിർച്വൽ പേയ്മെൻറ്റ് അഡ്രസ്സ്, UPI ആണെങ്കിൽ നമ്മൾ അതിൻ്റെ അഡ്രസ്സ് കൊടുക്കുക. ഇപ്പോൾ UPI ആണെങ്കിൽ നമ്മൾ അഡ്രസ്സ് വേണം അതിൻ്റെ, @, ഓക്കെ SBI എന്നൊക്കെ പറഞ്ഞ, അല്ലെങ്കിൽ അതുപോലെ വിർച്വൽ പേയ്മെൻറ്റ് അഡ്രസ്സ് ഉണ്ട്, UPI ID ഉണ്ട്. നമ്മൾ കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ പേയ്മെൻറ്റ് ഫണ്ട് ട്രാൻസ്ഫർ ആകും. ഫണ്ട് ട്രാൻസ്ഫർ ആയി കഴിഞ്ഞാൽ ആ ഫണ്ടിനകത്തിലേക്ക് വരും. ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഷെയറുകൾ, നമ്മൾക്ക് ചൂസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ള ഷെയറുകൾ നമുക്കിനതിൽ നിന്ന് വാങ്ങിക്കാൻ സാധിക്കും. അപ്പം ഇതാണ് ഇതിൻ്റെ സിമ്പിളായിട്ടുള്ളൊരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വളരെ സിമ്പിളായിട്ട്. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു സ്റ്റോക്ക് ബ്രോക്കറുമായിട്ട് നമുക്ക് സ്റ്റോക്ക് ബ്രോക്കറിൽ നിന്നും നമുക്കൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. അപ്പം ICICI നമുക്കറിയാം, ബാങ്ക് അവരുടെ സ്റ്റോക്ക് ബ്രോക്കറിങ് ഫേമാണ് ICICI ഡയറക്റ്റ് എന്ന് പറഞ്ഞത്. ഇന്ത്യയിലെ ഏറ്റവും പോപ്പുലറായിട്ടുള്ള ആണ്. പിന്നെ HDFC സ്കൈ ഉണ്ട്, സിറോദ ഉണ്ട്, ഏഞ്ചൽ ബ്രോക്കിംഗ് ഉണ്ട്. 5 പൈസയൊക്കെ വളരെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നതെന്ന് തോന്നുന്നു, 5paisa.com എന്നാ തുടങ്ങിയെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇറ്റ്സ് പാർട്ട് ഓഫ് IIFL, ഇന്ത്യ ഇൻഫോ ലൈനാണ്, അങ്ങനെ ഒരു ഇതുണ്ടെന്ന് തോന്നുന്നു. അത് വളരെ റീസെൻ്റ് ആയിട്ട് വന്നതല്ല കേട്ടോ, അത് അധികം നാളൊന്നും ആയിട്ടില്ല. 5 പൈസ, അപ് സ്റ്റോക്സും എല്ലാം അത് തന്നെ. 2012 തുടങ്ങിയത്. അതെല്ലാം പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന സ്റ്റോക്ക് ബ്രോക്കറിങ് ഫേംസ് ആണ്. അപ്പോൾ ഇന്ത്യയിൽ ഇങ്ങനെ ഒത്തിരി സ്റ്റോക്ക് ബ്രോക്കേഴ്സ് ഉണ്ട്, ചെറുതും വലുതായിട്ടുള്ള. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ ഏതെങ്കിലും നമുക്ക് പിന്നെ സ്യൂട്ടബിൾ എന്ന് തോന്നുന്ന ഏതെങ്കിലും സ്റ്റോക്ക് ബ്രോക്കറെ നമ്മൾ തിരഞ്ഞെടുക്കുക. എന്നിട്ട് അവരിൽ നിന്ന് നമ്മൾ ഒരു ഡിമാറ്റ് അക്കൗണ്ട് അല്ലെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഈ പറഞ്ഞ ഷെയറിൻ്റെ അല്ലെങ്കിൽ സ്റ്റോക്കിൻ്റെ നമുക്ക് ഇൻവെസ്റ്റ്മെൻ്റ് അല്ലെങ്കിൽ ഷെയർ ട്രേഡിംഗ് നടത്തുന്നതാണ്. മ്യൂച്വൽ ഫണ്ടിൻ്റെ നമുക്കിനകത്ത് കൂടെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. മ്യൂച്വൽ ഫണ്ടിൻ്റെ ഇതിനകത്തിൽ ഒരു ഇതുണ്ടായിരുന്നില്ല, എന്തായിരുന്നു ഫണ്ടല്ല, കോയിൻ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നില്ല. കോയിൻ ഇതാ തോന്നുന്നു കേട്ടോ, കോയിനാന്ന് കൺസോൾ ആണെന്ന് നോക്കട്ടെ. സെർച്ച് മ്യൂച്വൽ ഫണ്ട്സ്, ഇത് മ്യൂച്വൽ ഫണ്ട്സിന് വേണ്ടിയുള്ളതാണ് അവിടെ. അപ്പം മ്യൂച്വൽ ഫണ്ട്സ് നമുക്ക് ഇവിടെ അതിന് SBI മ്യൂച്വൽ ഫണ്ട്, ഏതാണ്ട് SBI ഇക്വിറ്റി ഹൈബ്രിഡ് ഫണ്ട്. അപ്പോൾ ഈ മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച് പറയാനെങ്കിൽ ഇഷ്ടംപോലെ കാര്യങ്ങൾ പറയാനുണ്ട്, അത് പെട്ടെന്ന് നമുക്കൊരു വാക്കിൽ പറയാൻ സാധിക്കില്ല. അപ്പോൾ ഈ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് നമുക്ക് മ്യൂച്വൽ ഫണ്ടിലേക്ക് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ അവിടെ കോയിൻ എന്ന് പറഞ്ഞൊരു ഇതുണ്ട്, ഈ സിറോദയുടെ തന്നെ. അപ്പോൾ അതിനകത്ത് വന്നുകൊണ്ട് നമുക്ക് മ്യൂച്വൽ ഫണ്ടിലേക്ക് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാണ്. ഇപ്പോൾ SBIയുടെ ഇക്വിറ്റി ഹൈബ്രിഡ് ഫണ്ട് എന്നുള്ളൊരു ഫണ്ടിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ഫണ്ടിൻ്റെയൊക്കെ പോക്ക് വളരെ മുകളിലോട്ടാണ് കേട്ടോ, വളരെ 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 മുകളിലോട്ടാണത്. അപ്പോൾ അവിടെ നമുക്ക് ഇതുപോലുള്ളതാണ് 1 വർഷം, 2 വർഷം, 3 വർഷം, 3 വർഷത്തെ ഈ യൂണിറ്റിൻ്റെ അല്ലെങ്കിൽ ഈ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഗ്രോത്താണ് ഈ കാണിക്കുന്നത്. 2018 ജനുവരി 2022 223 അതായത് നെറ്റ് അസറ്റ് വാല്യൂ, NAV നെറ്റ് അസറ്റ് വാല്യൂ ഇപ്പോൾ എത്ര ആയിട്ടുണ്ട്? 307 ആയിട്ടുണ്ട്. അപ്പോൾ ഈ പിന്നെ ഫണ്ടൊക്കെ നല്ല വളർച്ച കാണിക്കുന്നതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഒത്തിരി വിവരങ്ങൾ നമുക്കിനകത്തുണ്ട്, അതിപ്പോൾ തൽക്കാലം ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇത്രയും തൽക്കാലം മനസ്സിലാക്കി വെക്കുക. നമുക്ക് ഈ ഇതുപോലുള്ള പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലല്ല, എല്ലായിടത്തും ലോകത്തെല്ലായിടും ഇങ്ങനെ തന്നെയാണ് ഇപ്പോൾ. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ
നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ട്രേഡ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പം ഇത് ആർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് നമുക്കൊരു ബേസിക് ആയിട്ടുള്ള ഐഡിയ ഉണ്ടാവണം. പിന്നെ ഇതുപോലുള്ള ഈ പ്ലാറ്റ്ഫോംസ് അല്ലെങ്കിൽ ആപ്പുകളൊക്കെ നമ്മൾ എങ്ങനെ നമുക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ചൊരു ബേസിക് ആയിട്ടുള്ള അവയർനെസ്, അറിവ് അല്ലെങ്കിൽ ഒരു ചെറിയൊരു ധൈര്യമൊക്കെ നമുക്കുണ്ടാവണം. എന്നാൽ മാത്രമേ നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് തീർച്ചയായിട്ടും ഇത് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു അവസരമാണ്. അപ്പം സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് വളർച്ച സംഭാവന ചെയ്യുന്ന അല്ലെങ്കിൽ ഗ്രോത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഇഷ്ടംപോലെ സ്റ്റോക്കുകളുണ്ട്. അതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പെർസ്പെക്റ്റീവിൽ എന്നുവെച്ചാൽ ഇപ്പം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് 3 വർഷം 5 വർഷത്തേക്ക് 10 വർഷത്തേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിടുക, അങ്ങനെയുള്ളൊരു പെർസ്പെക്റ്റീവിൽ നമുക്ക് ഈ പരിഗണിക്കാവുന്നതാണ്. അപ്പം ഞാൻ ഈ മേടിച്ചിരിക്കുന്ന എല്ലാ ഷെയറുകളും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പെർസ്പെക്റ്റീവിലാണ് മേടിച്ചിട്ടിരിക്കുന്നത്. അത് ഇപ്പോഴെങ്കിലും നമ്മൾക്കത് റെഡീം ചെയ്യാനുള്ള താല്പര്യമില്ല. അപ്പോൾ ഇനിയും നമ്മുടെ റിസോഴ്സിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് ഒന്നുകിൽ ഈ മേടിച്ച ഷെയറുകളുടെ തന്നെ കൂടുതൽ ഷെയറുകൾ മേടിക്കുക, അല്ലെങ്കിൽ പുതിയ പുതിയ ഷെയറുകൾ മേടിക്കാനുള്ള താല്പര്യങ്ങൾ നമുക്കുണ്ട്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്കും ഈ ഒരു മേഖല പരിഗണിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കൃത്യമായി എന്തെങ്കിലും ആശയങ്ങൾ പങ്കുവയ്ക്കുകയാണെങ്കിൽ നമുക്ക് അത് ഫെസിലിറ്റേറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഒരു ജനറൽ ആയിട്ടുള്ള, വളരെ സിമ്പിളായിട്ടുള്ള, ഇത് ആധികാരികമായിട്ടുള്ളൊരു പിന്നെ ലേണിംഗ് സെഷനൊന്നുമില്ല. വളരെ ജനറലായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ ഇത് നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് നിങ്ങൾ നോക്കുക, എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.